കരാട്ടയിൽ 4 ശൈലികളാണുള്ളത്. ഈ 4 ശൈലിയിലും ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നത് പഞ്ച്, കിക്ക്, ബ്ലോക്ക്. ഒരാൾ പഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വിരലുകൾ ഇതേപോലെ മടക്കി തള്ള വിരലുകൾ കൊണ്ട് മുറുക്കെ പിടിച്ച് കൈക്ക് നല്ല ബലം കൊടുത്ത് പഞ്ച് ചെയ്യണം. മാസ്റ്റർ ഒരു മിനിറ്റ്. യെസ്. ഒരു കോൾ ഉണ്ട് മാസ്റ്ററെ. ആ ശരി, എല്ലാരും സംസാരിക്കാതെ നിക്ക്, ഞാനിപ്പോ വരാം. എടാ നേതുമോളെ, മാസ്റ്ററുടെ ക്ലാസ് കൊള്ളാമല്ലേടി? പിന്നെ അല്ലാതെ. കരാട്ടെ പഠിച്ചിട്ട് വേണം എനിക്ക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മെഡൽ വാങ്ങിക്കാൻ. എനിക്ക് ഇത് പഠിച്ചിട്ട് വേണം കോഴ്സ് കഴിയാറായില്ലേന്ന് എപ്പോഴും ചോദിക്കുന്ന അമ്മാവനിട്ടൊരു ഇടി കൊടുക്കാൻ. പിന്നല്ല. എല്ലാരും ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അനാവശ്യമായി കരാട്ടെ പഠിച്ച് അത് ദുരുപയോഗം നടത്തരുത് കേട്ടല്ലോ. ഇപ്പൊ എനിക്കൊരു കോള് വന്നത് ഇവിടുന്ന് ഒരു ദിവസം കൊണ്ട് പഞ്ച് പഠിച്ചിട്ട് പോയ ഒരു സ്റ്റുഡന്റിന് നാട്ടുകാർ ചേർന്ന് പഞ്ഞി കിട്ടുന്നുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചാമ്പ്യൻഷിപ്പിന് പോയ ഒരു സ്റ്റുഡന്റ് ഇടികൊണ്ട് ബോധം കെട്ടു എന്നും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇടികൊണ്ട് ബോധം പോയെന്നോ? ഞാൻ ഇന്നത്തോടെ കരാട്ടെ പഠിത്തം നിർത്തിയടി. ഞാനും.